വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ഒരു മനുഷ്യൻ ദീർഘകാലമായി അനുഗ്രഹത്തിന് വേണ്ടി കാത്തുകിടന്നിട്ട് യേശുനാഥൻ അവനെ സമീപിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് നാം ഇന്ന് സുവിശേഷത്തിൽ വായിക്കുന്നത്. 38 വർഷക്കാലമാണ് ഒരുവൻ സൗഖ്യത്തിന് വേണ്ടി കാത്തുകിടന്നത്. 38 വർഷം കാത്തുകിടന്നവൻ്റെ അടുക്കലേക്ക് യേശുനാഥൻ വന്നിട്ട് അവനോട് ചോദിക്കുന്നത്, സൗഖ്യം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന്. നിന്റെ കാത്തിരിപ്പ് അസ്തമിച്ചോ എന്നുള്ളതാണ് ചോദ്യം. നിന്റെ വിശ്വാസത്തിന് മങ്ങലേറ്റുവോ എന്നുള്ളതാണ് ചോദ്യം. അവനതിൻ്റെ മറുപടി പറയുന്നത് അവൻ്റെ വിശ്വാസത്തിനൊരു മങ്ങലുമേറ്റിട്ടില്ല, മറിച്ച് അവനെ സഹായിക്കാൻ ഒരാളില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് അവൻ പറഞ്ഞു വയ്ക്കുന്നു. ദൈവാനുഗ്രഹം പ്രാപിക്കാനായി ഒരു സഹായമില്ലാതെ പോകുന്ന മനുഷ്യൻ, അതും ഒരു പ്രതിസന്ധി തന്നെയാണ്. ദൈവത്തിൻ്റെ കൃപ ആഗ്രഹിച്ചിട്ടും കാത്തിരുന്നിട്ടും അതിനൊരു സാഹചര്യം നഷ്ടപ്പെട്ടു പോകുക, അതിനുവേണ്ടി ഒരു കൈത്താങ്ങ് ലഭിക്കാതെ പോവുക. ജീവിതത്തിൽ അങ്ങനെയും മനുഷ്യരുണ്ട്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് മാത്രം തെറ്റിൻ്റെ വഴിയെ നടക്കുന്ന മനുഷ്യരുണ്ട്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് മാത്രം ദൈവാനുഗ്രഹങ്ങൾ അറിയാതെ പോകുന്ന മനുഷ്യരുണ്ട്. അവൻ പറയുന്നത്, എനിക്ക് ഒരു തുണയില്ല, ഒരു സഹായിയില്ല എന്നത് തന്നെയാണ്. നമ്മോട് കൂടെ ആയിരിക്കുന്നവരുടെ ജീവിതത്തിലേക്ക് ദൈവാനുഗ്രഹങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ഒരു കൈത്താങ്ങായി മാറുക എന്ന് പറയുന്ന വലിയ പ്രവൃത്തി ഈ തപസ്സുകാലത്തുണ്ട്. അവനു വേണ്ടി കർത്താവിൻ്റെ മുന്നിൽ കരമുയർത്തി പിടിച്ചു നിൽക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥനയുടെ ബലം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കതിന് കഴിയണമെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തെ നമ്മുടെ സാന്നിധ്യം കൊണ്ട്, നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ബലപ്പെടുത്തിയെടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു സഹായം, ആത്മീയ നിറവിലേക്ക് ഒരുവനൊരു കൈത്താങ് എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നു. രണ്ടാമത് കാണുന്ന സവിശേഷമായൊരു കാര്യം, തന്നെ ആര് സുഖപ്പെടുത്തിയെന്ന് അവൻ അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. കിടക്കയും എടുത്ത് നടക്കാൻ പറഞ്ഞു അവൻ നടന്നു. തന്നെ സുഖപ്പെടുത്തിയത് ആരെന്ന് അവൻ അറിഞ്ഞില്ല. 38 വർഷമായി ആ കുളക്കടവിൽ കിടന്ന മനുഷ്യന് ഈ കുളക്കടവിനപ്പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. തൻ്റെ അടുക്കിലേക്ക് വന്നത് ക്രിസ്തുവാണെന്ന്, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനാണെന്ന് അവൻ അറിയില്ലായിരുന്നു. അങ്ങനെ ഒന്നും അറിയാതിരുന്നിട്ട് പോലും അനുഗ്രഹം സ്വന്തമാക്കാനായി അവന് കഴിഞ്ഞു. കാരണം അവൻ്റെ ഉള്ളിൽ അവൻ കാത്തുസൂക്ഷിച്ച ഒരു പ്രതീക്ഷയുടെ, ഒരു വിശ്വാസത്തിൻ്റെ ജ്വലനമുണ്ടായിരുന്നു. അതാണ് ക്രിസ്തുവിൽ നിന്ന് അനുഗ്രഹം സ്വന്തമാക്കുന്നതിന് അവനെ സഹായിച്ചത്. ക്രിസ്തുവിനെ അടുത്തറിയാത്ത മനുഷ്യരും വിശ്വാസത്തിൻ്റെ ബലത്തിൽ അനുഗ്രഹം സ്വന്തമാക്കാറുണ്ട്. അതും നമ്മുടെ ജീവിതത്തിന് നല്ലൊരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. അപ്പോൾ ക്രിസ്തുവിനെ അടുത്തറിയുന്ന മനുഷ്യർ എത്രയേറെ അനുഗ്രഹങ്ങളുടെ നിറവുള്ളവനാകണമെന്നുള്ളൊരു ചോദ്യം ഈ കാലം നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുകയും ചെയ്യുന്നു.